ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മോദി ഗവൺമെന്റ് വന്നു, ഇതിനുശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സമ്മതിക്കുകയാണ്. നേരത്തെ അത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമാധാനം തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാധാനം ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ സമ്മതിക്കേണ്ടി വരുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സമാധാനം ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് 370 എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അതും കൂടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ വിവിധ വശങ്ങളിലേക്ക് ഇത് പോകേണ്ടി വരും. മൾട്ടി ഫേസ്ഡ് ആണ്. അതിൽ ഈ പറയുന്ന സുരക്ഷാ വീഴ്ച ഒരു ഘടകമാണ്. പക്ഷെ അതിനെ മറപിടിച്ച് ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദത്തിന്റെ പിന്നിലുള്ള മതത്തെയും അതിനെയൊക്കെ അങ്ങ് വെളുപ്പിക്കാം എന്നും കൂടി ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായ് അടക്കം ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിമിന്റെ ആൾക്കാരും അവരുടെ കിതാബുമാണെന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കുന്നതാണ്. നമുക്ക് സത്യസന്ധമായി അറിഞ്ഞൂടെ? എന്നിട്ട് ആരിഫ് ഭായിയോട് അടക്കമുള്ള ചോദ്യം. എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരാളാണ് അദ്ദേഹം. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അതായത് കാശ്മീർ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് വളരെ ഓബ്വിയസ്ലി മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാൽ പോരെ? സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാൽ പോരെ? ഇത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോരെ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാൽ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദാന്നാണ് ഞാൻ ചോദിക്കുന്നത്? കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്ക് എതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും. ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം, ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ സംസാരിച്ചു കഴിഞ്ഞു എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഞാൻ ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. അത് ഞാൻ സംസാരിച്ചു. സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ പറയും. അല്ലാതെ ഇടയ്ക്ക് കയറരുത്. അത് മര്യാദകേടാണ്. മര്യാദ കാണിക്കും. ഇപ്പൊ ഇവൻ പറയട്ടെ, നീ കേക്ക്. ഇപ്പൊ ഇവന്റെ സമയം. കുറച്ച് കഴിയുമ്പോ നീ കേക്ക്. ഇവൻ പറയട്ടെ, അപ്പൊ നിന്റെ സമയം. മര്യാദ കാണിക്കും. നിങ്ങളിതിനെ അസഹിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോ കടന്ന് തിളയ്ക്കുന്നതിനാണ്. ഉള്ള കാര്യം പറയുമ്പോ തിളക്കേണ്ട കാര്യമില്ല. ആദ്യം പറയണ കേക്കൂ. രാഹുലൊന്ന് അടങ്ങ്. ആദ്യം ഞാൻ പറയണ കംപ്ലീറ്റ് ചെയ്യട്ടെ. സമാധാനമായിട്ട് കേൾക്ക്. ഓക്കെ, ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്കതിന് ആവശ്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത്? ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ്, അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ഇവിടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എവിടെ പോണു? വെള്ളം കുടിക്കണം. അതില് 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്ട്രിൻസ് തന്നെയാണ്. ഇടപെടുകയാണ്. അല്ല രാഹുൽ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ. പാകിസ്ഥാൻ നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദം എന്ന സംഘടനയെ സമ്മതിക്കാൻ എന്താണ് മടിയുള്ളത് എന്നാണ്. അത് എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നതല്ല.
രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അറിയാലോ? അല്ലല്ല, എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ. മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം. നാളെ ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. പറയട്ടെ, ഇനി ഞാൻ മറുപടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയൂ. താങ്കൾ ചോദ്യത്തിനുള്ള മറുപടി പറയൂ. മറുപടിയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞാനതിന്റെ മറുപടിയാണ്. നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്ന ആരും അനുവദിക്കുകയില്ല. അപമാനിക്കാൻ ഒരിക്കലും രണ്ടുപേരുടെ മാത്രം കാര്യം പറയണ്ട. ഒരിക്കലും ഒരു മതത്തെയും അപമാനിക്കാൻ അനുവദിക്കില്ല. നബിയെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം. അത് തന്നെ ഞാൻ പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്യും. ആരിഫ് ഹുസൈൻ കത്തിക്ക്, ജയിലിൽ പോണ വേണം. ആരിഫ് ഹുസൈൻ കത്തിക്ക്, ജയിലിൽ മനുസ്മൃതി അല്ല, ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? കത്തിച്ചാൽ അവിടെ പോകില്ല. ഖുർആൻ കത്തിച്ചാൽ പോകും. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. അത് തന്നെയാണ് ഇസ്ലാമിന്റെ കോണം. മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. ബാക്കി പറ. അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം 1.6%. ഞാൻ ചോദിക്കുന്ന ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? നാച്ചുറലായിട്ട് മരിച്ചോ? അവർക്ക് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ആയതുകൊണ്ട് ഓഫ് സ്പ്രിങ്ങുകളെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞതാണോ? അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ബയോളജിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത തലമുറ ഉണ്ടാകാഞ്ഞതാണോ? അല്ല, അവർ ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് മൈനോറിറ്റീസിന് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനിൽ എല്ലായ്പ്പോഴും റെഗുലറായിട്ട് ഫീച്ചർ ചെയ്യുന്നത്. പാകിസ്ഥാനിലുള്ള റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നതും അവിടെയുള്ള ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പറ്റിയും അന്താരാഷ്ട്ര പഠനങ്ങൾ ഉണ്ടാകുന്നത്, അന്താരാഷ്ട്ര ഫോറങ്ങളിൽ അത് വരുന്നത് അതുകൊണ്ടാണ്. ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ, അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന അഭിപ്രായം ഉണ്ടോ? പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ്, നമ്മളിതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ട് കൊടുത്തു വിടുമോ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അവരൊന്നും തീവ്രവാദികളല്ല. തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങളെ പൊക്കിക്കൊണ്ട് വരല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആ ഉടായ്പ നിർത്തൂ. തീവ്രവാദികളെ കുറിച്ച് പറയണം, തീവ്രവാദികളെ കുറിച്ച് പറ. മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പറ. ഇത് രണ്ടും കൂടി കൂട്ടിക്കുറയ്ക്കരുത്. ആ കൂട്ടിക്കുറയ്ക്കൽ നിർത്തൂ. നിങ്ങൾ ഉടായ്പ നിർത്തൂ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. രാഹുൽ, മുസ്ലിം സമം തീവ്രവാദികളെന്നല്ല നമ്മളാരും പറയുന്നത് കേട്ടോ. മുസ്ലിം സമം ജിഹാദികളെന്ന് നമ്മൾ ആരും പറയുന്നില്ല. നമ്മളാരും പറയുന്നില്ല. ശ്രീജിത് ഭായ് പറഞ്ഞില്ല. പക്ഷേ ഇസ്ലാം സമം തീവ്രവാദം എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതാണല്ലോ അത് ശ്രീജിത് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് പറയാലോ, തെളിവുള്ള കാര്യമില്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്റെ അല്ല. അത് ആരിഫിന്റെ മാത്രം അഭിപ്രായമാണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതിന് തെളിവുണ്ടല്ലോ. ഇല്ലെങ്കിൽ അതിന് പറയും. ഏതാ തെളിവ് വേണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം. ഗസ്വായ ഹിന്ദ് തീവ്രവാദമാണോ അല്ലേ? പറയും. ഖുറാനിലല്ല, ഹദീസിലുണ്ടല്ലോ. മുഹമ്മദ് നബി പഠിച്ച കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ആഞ്ജനേയ സ്വാമി. മദ്രസയിൽ ഖുർആനിന്റെ പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഇജ്മാ ഉണ്ട്. ഇത് അറിയോ രാഹുലിന്? ഇല്ല. അറിയാത്ത കാര്യത്തെ കുറിച്ച് മിണ്ടാ നിൽക്കരുത്. അറിയാത്ത കാര്യത്തെ കുറിച്ച് മിണ്ടാ നിൽക്കരുത്.
ഖുറാൻ മാത്രമല്ല ശരി ശരി ഞാൻ നിയാസിലേക്ക് പോവുകയാണ്. അല്ലല്ലോ നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. അല്ലല്ലോ ആ രീതിയിലുള്ള തർക്കമൊന്നും വേണ്ട. ശരി നിയാസ് സംസാരിക്കരുത്, എന്റെ സമയമാണ്. അല്ലല്ല നിയാസ് താങ്കൾ ആ വിഷയത്തിൽ നിന്ന് പോവുകയാണ്. രാഹുൽ നിയാസ് അല്ലല്ല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. അല്ല ഒരു ന്യായവും ഇല്ല. നിയാസ് സംസാരിക്കട്ടെ. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.